നാട്ടുകാരും ഇപ്പോൾ ഈ ഒരു കൊലപാതകം സംബന്ധിച്ച് ഞെട്ടി നിൽക്കുകയാണ്. കാരണം എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു കൊലപാതകം നടന്നു എന്നുള്ളൊരു കാര്യമാണ് അവർക്ക് വ്യക്തമാകാത്തത്. കാരണം ഈ ഒരു വീട് എന്ന് പറയുന്നത് ഇവിടെ ഇവർ ഏറെ നാളായി വിദേശത്തായിരുന്നു. അവിടെ നിന്ന് വന്നതിന് ശേഷമാണ് ഈ ഒരു വീടൊക്കെ തന്നെ വെച്ച് ഇവിടെ താമസിച്ചത്. 2 വർഷത്തിന് മുമ്പാണ് അഫാൻ നാട്ടിലേക്ക് തിരിച്ചെത്തി. വിസിറ്റിംഗ് വിസയിൽ വിദേശത്തായിരുന്ന അഫാൻ 2 വർഷങ്ങൾക്ക് മുമ്പാണ് തിരിച്ചെത്തി. പക്ഷേ ഈ നാട്ടുകാർ നിങ്ങളൊക്കെ തന്നെ ഇവിടെ അടുത്ത സമീപവാസികളല്ലേ, അപ്പോൾ സമീപവാസികളല്ലേ നിങ്ങളെല്ലാവരും, അപ്പോൾ ഇവർ തമ്മിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായിരുന്നോ? ഞാൻ 1 കിലോമീറ്റർ അപ്പുറത്തുള്ളതാണ്. അവിടെ വന്ന് ഇവിടെ വന്ന് 6 മണിക്ക് പോലീസ് വന്ന ശേഷമാണ് നമുക്ക് വിവരം അറിയാൻ കഴിഞ്ഞത്. പിന്നീട് ആൾക്കാർ വന്ന് ഇവിടെ സ്ഥിരീകരിച്ചത്. അതുവരെ ആരും അറിഞ്ഞില്ലായിരുന്നില്ല. അഭിലാഷ്, നമ്മുടെ പ്രാദേശിക ലേഖനായിട്ടുള്ള സജാദ് കൂടി ഇപ്പോൾ നമ്മുടെ സ്ഥലത്തുണ്ട്. കാരണം ആദ്യഘട്ടത്തിൽ ഈ ഒരു കൊലപാതക വിവരം ഇറങ്ങിയ ആദ്യഘട്ടത്തിൽ ഇങ്ങോട്ടേക്ക് എത്തിയ ആൾക്കാരിൽ ഒരാളാണ് നിങ്ങൾ. അപ്പോൾ എങ്ങനെയാണ് ഈ കൊലപാതകം നടന്നതെന്ന് സംബന്ധിച്ച് നാട്ടുകാർ എന്തെങ്കിലും ഒരു പ്രതികരണം നൽകുന്നുണ്ടോ? പോലീസ് പറയുന്ന വിശദീകരണം, ആദ്യം പാങ്ങോട് വാപ്പയുടെ ഉമ്മ 88 വയസ്സുള്ള സൽമാ ബീവിയെ തലക്കടിച്ച് കൊലപ്പെടുത്തി. അതിനുശേഷമായിരുന്നു എസ് എൻ പുരം, ചുള്ളാളത്തിന് അടുത്തുള്ള എസ് എൻ പുരത്ത് പോയിട്ട് ബന്ധുക്കളായ 2 പേർ ലത്തീഫ, ഷാഹിദ എന്നിവരെ കൊലപ്പെടുത്തിയത്. നെടുമങ്ങാട് ഡിവൈഎസ്പിയുടെ എന്തെങ്കിലും പറഞ്ഞോ പ്രതി? എന്താണ് കാരണമെന്ന്? അങ്ങനെ പ്രതി നേരിട്ടെത്തി പറയായിരുന്നു താൻ ഇത്തരത്തിൽ 6 പേരെ കൊന്നു. സാർ ഇപ്പൊ ഉള്ളിൽ പരിശോധിച്ചിട്ട് എന്തെങ്കിലും തെളിവുകൾ എന്തെങ്കിലും കിട്ടുന്നുണ്ട്? എങ്ങനെയാണ് കൃത്യം നടന്നിരിക്കാൻ സാധ്യത? എന്താണ് വ്യക്തി തന്നെയാണ് കൊന്നിരിക്കുന്നത്? പോലീസ് കാര്യമായി ഒന്നും പറയാൻ കൂട്ടാക്കുന്നില്ല. തുടർന്നോളൂ. അഭിലാഷ്, അത് ഈ ഒരു കേസ് അന്വേഷിക്കുന്ന DVSP അല്ല, അദ്ദേഹം നെടുമാട് DSP ആണ്. സജാദ്, മറ്റ് നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? അല്ല, ആദ്യം 88 വയസ്സുള്ള സൽമാ ബീവിയെ പാങ്ങോട് പോയി കൊലപ്പെടുത്തി തലയ്ക്ക് ശേഷം അതിനുശേഷമാണ് എസ് എൻ പുരത്ത് ബന്ധുക്കളായ ലത്തീഫ്, ഷാഹിദ എന്നിവരെ കൊലപ്പെടുത്തിയത്. അതിനുശേഷമാണ് ഇവിടെ സ്വന്തം വീട്ടിലെത്തിയിട്ട് ക്യാൻസർ രോഗിയായ ഉമ്മയെയും അനിയനെയും ഒരു പെൺകുട്ടിയും ഉണ്ട്. ആ പെൺകുട്ടിയെ വിവരങ്ങൾ നാട്ടുകാർക്ക് അറിയില്ല, ആരാണെന്ന് അറിയില്ല. ഇവരെയും കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നത്. അവരും 2 പേരും മരിച്ചു. ഉമ്മ ഗുരുതരാവസ്ഥയിൽ ക്യാൻസർ രോഗിയാണ്. ഇപ്പോൾ ഗോകുലം മെഡിക്കൽ കോളേജ് ചികിത്സയിലാണ്. ഇപ്പോൾ വളരെ ഗുരുതരമായ അവസ്ഥയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും 5 പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. 6ാമത്തെ ആൾ ഗുരുതരാവസ്ഥയിലാണ്. ഈ പ്രതി തന്നെയാണ്. എന്നിട്ട് വീട്ടിൽ ഗ്യാസ് തുറന്നു വിട്ട് പ്രതി തന്നെയാണ് വെഞ്ഞാറൂർ സ്റ്റേഷനിൽ പോയിട്ട് താൻ 6 പേരെ കൊലപ്പെടുത്തിയെന്നും പറയുന്നതും പിന്നീട് എലിവേഷൻ കഴിച്ചു എന്ന് പറയുന്നത് പ്രതിയെ ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് മാറ്റിയിട്ടുണ്ട് പോലീസ്. ഈ ആദ്യം കൊലപാതകം നടത്തിയത് വാപ്പയുടെ ഉമ്മയാണല്ലേ ആദ്യം? ബാപ്പയുടെ ഉമ്മ 88 സൽമാ ബീവിയാണ് തലക്കടിച്ച് കൊലപ്പെടുത്തിയത്. അതിനുശേഷമാണ് എസ് എൻ പുരത്ത് പോയിട്ട് 2 പേരെ കൊലപ്പെടുത്തിയത്. പിന്നീടാണ് സ്വന്തം വീട്ടിലെത്തിയിട്ട് ഉമ്മയെയും അനിയനെയും ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി 3 ദിവസമായി നാട്ടിലുണ്ട് എന്ന് പറയുന്നു, വീട്ടിലുണ്ടെന്ന് പറയുന്നു. പക്ഷെ ആരാണെന്നുള്ളത് വ്യക്തമായി നാട്ടുകാർക്ക് അറിയില്ല, പോലീസിനും അറിയില്ല. എസ് എൻ പുരത്തുള്ള 2 അമ്മാവനും എന്ന് പറയുന്നുണ്ട്. അത് മറ്റ് ബാപ്പയുടെ ജ്യേഷ്ഠത്തി എന്നും പറയുന്നുണ്ട്. നാട്ടുകാർക്ക് വ്യക്തമായി ഒരു ഇത് കിട്ടിയിട്ടില്ല. ഏതായാലും മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട് അവരെ. അഭിലാഷ്, അതായത് ഈ ഒരു സംഭവം നടക്കുന്ന അഫാന്റെ വീട് എന്ന് പറയുന്നത് ഈ വെഞ്ഞാറമൂട്, തേമ്പാമൂട്, പേരുമല എന്ന് പറയുന്ന സ്ഥലത്താണ് അഫാന്റെ വീട്. 23 വയസ്സുകാരന് അഫാന്റെ വീട് ഇവിടെയാണ്. ഇവിടെ നിന്ന് അല്പം ദൂരെയായിട്ടാണ് എസ് എൽ പുരം എന്ന് പറയുന്നത്. അത് ഈ പനൂരൊക്കെ പോകുന്ന ആ ഒരു വരിക്കാണ്. അവിടെയാണ് ഈ അഫാന്റെ വാപ്പയുടെ ഉമ്മയൊക്കെ ആ വീട്ടിലാണ് താമസിക്കുന്നത്. അവിടെ എത്തി അഫാന്റെ വാപ്പയുടെ ഉമ്മയെ ആദ്യം കൊല നടത്തുന്നത്. തലക്കടിച്ചാണ് ഇവർ 88 വയസ്സുള്ള അഫാന്റെ വാപ്പയുടെ ഉമ്മയെ കൊലപ്പെടുത്തുന്നത്. അതിനുശേഷമാണ് അഫാൻ അതിന്റെ സമീപത്തായിട്ടുള്ള 2 പേരെ കൊന്നു എന്ന് പറയുന്നു. അത് നാട്ടുകാർ പറയുന്നത് അഫാന്റെ വാപ്പയുടെ സഹോദരനും ഭാര്യയുമാണ് കൊന്നതെന്ന് പറയുന്നു. അല്ല, ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കളാണ് എന്ന് പറയുന്നുണ്ട്. അത് സംബന്ധിച്ചിട്ടുള്ള ഒരു സ്ഥിരീകരണം ഇതുവരെ നമുക്ക് ലഭിച്ചിട്ടില്ല. അതിനുശേഷം അവിടെ നിന്നാണ് അഫാൻ സ്വന്തം വീട്ടിലേക്ക് എത്തുന്നത്. ഈ പേരുമലയിലുള്ള ഈ കാണുന്ന വീട്ടിലേക്ക് എത്തുന്നത്. ഇവിടെ എത്തിയതിനു ശേഷമാണ് സ്വന്തം സഹോദരൻ